നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ യുഎസിലെ ഫിലാഡൽഫിയയിൽ വെച്ച് അർജൻറ്റീന എൽ സാൽവഡോറിനെ നേരിടുകയാണ്. ഇന്നാണ് മത്സരമെങ്കിലും ടൈം സോൺ ഡിഫറൻസ് കാരണം നമുക്കത് നാളെ പുലർച്ചെ 5:30 കാണാൻ പറ്റുക. ഏതായാലും എതിരാളികളെക്കുറിച്ച് ഇപ്പോൾ അർജൻറ്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി പറയുന്നു, അവർ മികച്ച ടീമാണ്. ഒരിക്കലും ഒരു എതിരാളിയെയും താൻ ചെറുതായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, എൽ സാൽവഡോർ ഒരു മികച്ച ടീമാണ്. തീർച്ചയായിട്ടും അവർക്ക് വളരെ മികച്ച ക്ലിയർ ആയിട്ടുള്ള ഐഡിയകളുണ്ട്, ആശയങ്ങളുണ്ട്, നല്ല രൂപത്തിൽ കളിക്കുന്ന ടീമാണ്. ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് സാധാരണ ഒരു കളിയെ എങ്ങനെയാണ് ഞങ്ങൾ ഫേസ് ചെയ്യാറുള്ളത് ആ രൂപത്തിൽ തന്നെ ഈ കളിയെയും നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇനീഷ്യലി ചൈനയിൽ മത്സരിക്കുന്നതിന് വേണ്ടി, കളികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു. 2 ഇമ്പോർട്ടൻ്റ് ഓപ്പണൻസ് നൈജീരിയയും ഐവറി കോസ്റ്റും ആ മത്സരങ്ങളിൽ കളിക്കാൻ തീരുമാനവുമായിരുന്നു. പക്ഷേ പിന്നീട് ആ കളി നടക്കില്ല എന്ന നില വന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല, ഞാനതിൽ ഇൻവോൾവ് അല്ല. എന്നാൽ ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ ഒരു എതിരാളിയെയും ഞങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാറില്ല. തീർച്ചയായിട്ടും എൽ സാൽവഡോറും കോസ്റ്റാറിക്കയും മികച്ച ടീമുകൾ തന്നെയാണ്. ദേ ആർ ഗുഡ് ഫോർ അസ്, ദേ ഹാവ് ദെയർ ഡിഫിക്കൽറ്റീസ് എന്നാണ് ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വേൾഡ് ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് മികച്ച എതിരാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ ഉയർത്തുന്ന ഒരു സമയമാണ്. കാരണം കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രസീലൊക്കെ യൂറോപ്പിൽ പോയി ഇംഗ്ലണ്ടിനെതിരെയും അതുപോലെ സ്പെയിനെതിരെയും ഒക്കെ കളിക്കുമ്പോൾ അർജൻറ്റീന കളിക്കുന്നത് എൽ സാൽവഡോറിനെതിരെയും കോസ്റ്റാറിക്കയ്ക്കെതിരെയും ഒക്കെയാണ്. അതാണ് ചോദ്യം. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. എൽ സാൽവഡോർ മികച്ച ടീമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.